അതാ വരുന്നു നമ്മുടെ കഥാനായകൻ. ഇത് ഋഷു, നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലെ കുട്ടിയാണ്. ഇവൻ എനിക്ക് തന്നൊരു വലിയ പണിയാണ് ഈ കേക്ക്. നമ്മൾ ഈ വീട്ടിലെത്തിയിട്ട് ഏകദേശം 1 വർഷമാവുന്നു. അന്ന് മുതലവൻ പറയുന്നതാണ് എൻ്റെ ബർത്ത്ഡേക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി തരണം എന്ന്. ആദ്യമൊക്കെ ക്യാപ്റ്റൻ അമേരിക്ക കേക്ക് വേണം എന്നായിരുന്നു, പിന്നെ അത് അവെഞ്ചേഴ്സ് ഫുള്ളുള്ള കേക്ക് വേണം എന്നായി, പിന്നെ അത് ലോലു പോലു കേക്ക് വേണം എന്നായി. അങ്ങനെ മാസങ്ങൾ പോകുന്നതനുസരിച്ച് കാർട്ടൂണുകൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടേയിരുന്നു. അവൻ പറഞ്ഞ കാർട്ടൂണുകളെല്ലാം ഞാൻ കേട്ടിട്ടും ഉണ്ടായിരുന്നു, ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെന്താ, ചെയ്തു തരാമല്ലോ എന്ന് ഞാനും പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അസുദിനം വന്നെത്തി അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതാ വരുന്നു, എനിക്ക് T2 കേക്ക് വേണം. ശരി, ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഞാനും പോന്നു. പിന്നെയാണ് കിട്ടിയ പണി എനിക്ക് മനസ്സിലായത്. ഒരുപാട് തപ്പിയിട്ടും T2 കേക്കൊന്നും അന്ന് അവൈലബിൾ അല്ലായിരുന്നു. ഒടുവിൽ ഒരു കേക്ക് എനിക്ക് റെഫറൻസ് ആയിട്ട് കിട്ടി. അങ്ങനെയാണ് T2 എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതാ അടുത്ത പണി. ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് ഒന്നും കിട്ടാനില്ല, ഓൺലൈനും ഇല്ല. ഷോപ്പിൽ അന്വേഷിച്ചപ്പം അവിടെ അവൈലബിൾ അല്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും സ്റ്റിക്കേഴ്സെങ്കിലും ഞാൻ ഒപ്പിച്ചെടുത്തത്. പിന്നെ ചോക്ലേറ്റ് ലെറ്റേഴ്സിലാണ് കേക്കിൽ പേര് വെച്ച് കൊടുത്തത്. റിഹാൻഷ് എന്നാണ് ഋഷുവിൻ്റെ ഫുൾ നെയിം, മറാഠി കുട്ടിയാണ്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ഈ ഡീലിങ്സ് ഒന്നും അവളുടെ വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു. ബർത്ത്ഡേയുടെ തലേ ദിവസം കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഋഷുവിൻ്റെ അമ്മ വന്നു. ഞാൻ പറഞ്ഞു കേക്കൊക്കെ ഓൾറെഡി സെറ്റാണ്, അതെൻ്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അയ്യോ, അതൊന്നും പറ്റില്ല അവർ പറഞ്ഞു. ഇതൊക്കെ ഓൾറെഡി 1 വർഷം മുന്നേ ഫിക്സ് ചെയ്ത കാര്യങ്ങളാണ്.